السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വീകാര്യമായ കർമ്മമായി നമ്മിൽ നിന്നും ഏറ്റെടുക്കുമാറാവട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയം വെക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സൂറത്തുൽ ഹശ്റിൻ്റെ 7-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വമാ ആതാകുമുർ റസൂൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾ സ്വീകരിക്കുക. ഫഖുദൂഹ്, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു, എന്താണോ നിങ്ങളോട് വിലക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വിലക്കിയിട്ടുള്ളത്, ഫൻതഹൂ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നബിതങ്ങൾ എന്താണോ പറഞ്ഞിട്ടുള്ളത്, എന്താണോ സമർപ്പിച്ചിട്ടുള്ളത് അത് സ്വീകരിക്കുക. എന്താണോ വിലക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. ഇത് പറയുന്നത് രാജാതിരാജനായ അല്ലാഹു ആണ് എന്ന് ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ ഭാഷയല്ല ഇത്. ഒരു രാജാവ് പറയുകയാണെങ്കിൽ പറയേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ അനുസരിക്കണം, ഞാൻ എതിർത്തിട്ടുള്ളത്, വിരോധിച്ചിട്ടുള്ളത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇതാണ് ഒരു രാജാവിൻ്റെ ഭാഷ. എന്നാൽ രാജാവല്ല, രാജാതിരാജനായ അല്ലാഹു തആല പറയുന്നത്, എൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ളത് അത് സ്വീകരിക്കുക, എന്താണോ വിലക്കിയിട്ടുള്ളത് അത് വെടിയുകയും ചെയ്യുക എന്നതാണ്. ഈ സൂക്തത്തിൽ അല്ലാഹു തആലാക്ക് നബിതങ്ങളോടുള്ള ബന്ധം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാം എന്ന് പറയുന്നത് നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കലാണ്, നബിതങ്ങളെ അനുകരിക്കലാണ്. നബിതങ്ങൾ ഒഴിവാക്കിയത് വെടിയലാണ്. മുസ്ലിം എന്ന് പറയുന്നത് നബിതങ്ങളെ അനുകരിക്കുന്നവനാണ്. ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിലേക്ക് പറിച്ചു നടുക എന്നുള്ളതാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അഖീമുസ്സലാഹ്, ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾ നിസ്കരിക്കുവീൻ. പക്ഷേ നിസ്കാരത്തിൻ്റെ രീതി, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ സുന്നത്തുകൾ, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ, അതൊന്നും ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ല. നോമ്പെടുക്കാൻ പറയുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നില്ല. സകാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് സകാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നില്ല. ഹജ്ജിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും വിവരണങ്ങളുണ്ട്, പക്ഷേ ഒരു സ്ഥലത്തും
ഹജ്ജിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള നിർവഹണ രീതി വിശദീകരിക്കുന്നില്ല. ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട അതിപ്രധാനമായ കർമാനുഷ്ഠാനങ്ങളാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നതിനപ്പുറം ഇതിൻ്റെയൊന്നും നിർവഹണ രീതി ഖുർആൻ വിശദീകരിച്ച് തരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു തആല അത് ഒഴിവാക്കിയിട്ടുള്ളത്? വളരെ അത്യാവശ്യമായി പറയേണ്ടിയിരുന്ന കാര്യമാണത്. ഖുർആനിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണോ അല്ലാഹു തആല അത് ഒഴിവാക്കിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിലൊരു ആവർത്തനം ഒഴിവാക്കി നിസ്കാരത്തിൻ്റെ ഫർളുകൾ വിശദീകരിക്കുന്ന ഭാഗങ്ങളാക്കി അവിടെ ചേർക്കാമായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എന്നിട്ടും അല്ലാഹു തആല അത് ഒഴിവാക്കിയതിന് പിന്നിൽ അല്ലാഹു തആലാക്ക് നബിതങ്ങളോടുള്ള ഒരു ബന്ധത്തിൻ്റെ വലിയ ഒരു തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിസ്കരിക്കാൻ പറഞ്ഞു, പക്ഷെ നിസ്കാരത്തിൻ്റെ രീതി എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ നിസ്കരിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഉണരും, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന്. അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾ എൻ്റെ ഹബീബിലേക്ക് പോകൂ, എൻ്റെ ഹബീബിനെ നോക്കൂ, എൻ്റെ ഹബീബ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. എന്നിട്ട് ആ ഹബീബിനെ നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അനുകരിക്കൂ. അതായത് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. അതിന് പകരം ജനങ്ങളെ തൻ്റെ ഹബീബിലേക്ക് വഴി തിരിച്ചു വിടുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. നോമ്പെടുക്കാൻ പറയുന്നു, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറയുന്നില്ല. അങ്ങനെ സംശയമുള്ളവർക്ക്, അങ്ങനെ അറിയേണ്ടതുള്ളവർക്ക് തൻ്റെ ഹബീബിലേക്ക് പോകാനാണ് അല്ലാഹു തആല പറയുന്നത്. സക്കാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയണമോ? എൻ്റെ ഹബീബിലേക്ക് നിങ്ങൾ മടങ്ങുക, എൻ്റെ ഹബീബിനെ നിങ്ങൾ നോക്കുക. ഹജ്ജ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ എൻ്റെ ഹബീബിലേക്ക് നിങ്ങൾ പോവുക. ഹബീബ് എന്താണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങളും ചെയ്യുക. അപ്പോൾ കർമാനുഷ്ഠാനങ്ങൾ മുഴുവനും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നറിയാൻ അല്ലാഹു തആല അത് വിശദീകരിക്കുന്നതിന് പകരം തൻ്റെ ഹബീബിലേക്ക് ആളുകളൊക്കെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. തൻ്റെ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ, താൻ സൃഷ്ടിച്ച ചരാചരങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും സമ്പൂർണമായ, ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ പോയി കാണാൻ, ആ ഹബീബിനെ പോയി അനുകരിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മഅശൂക്കിൻ്റെ പ്രവർത്തനം, ആശിക്ക് അനുകരിക്കലാണ്. നോമ്പ് എന്ന് പറയുന്നത് മഅശൂക്കിൻ്റെ പ്രവർത്തനം, ഒരു ആശിക്ക് അനുകരിക്കലാണ്. ഹജ്ജ് എന്ന് പറയുന്നത് മഅശൂക്കിൻ്റെ പ്രവർത്തനം, ഒരു ആശിക്ക് പകർത്തിയെടുക്കലാണ്. ഏത് കർമാനുഷ്ഠാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഖുർആനിൽ പല സ്ഥലത്തും സത്യവിശ്വാസികളെ പുകഴ്ത്തി പറയുന്നത് കാണാം. അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടിയുള്ള മദ്ഹുകളാണ്. എന്തുകൊണ്ട്? മുഅ്മിനീങ്ങളായത് അവർ തൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചതുകൊണ്ടാണ്. നബിതങ്ങൾ പറഞ്ഞത്, നബിതങ്ങളെ അനുകരിച്ചതുകൊണ്ടാണ്. നബിതങ്ങൾ പറഞ്ഞത് അതേപോലെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടോ, എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ടോ അതൊക്കെയും കിട്ടിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ക്രെഡിറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടിയുള്ള ക്രെഡിറ്റുകളാണ്. ഖുർആനിൽ പല സ്ഥലത്തും സത്യനിഷേധികളെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകളെക്കുറിച്ച്
കാഠിന്യങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്, മുനാഫിക്കീങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മദ്ഹ് കൂടിയാണ്. എന്തുകൊണ്ട്? കാഫിരീങ്ങളും മുനാഫിക്കീങ്ങളും ശിക്ഷാർഹരായത്, അള്ളാഹുവിൻ്റെ ശാപത്തിനും അള്ളാഹുവിൻ്റെ ശിക്ഷക്കും അവർ പാത്രമായിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്, നിബിതങ്ങളെ അനുകരിക്കാത്തത് കൊണ്ടാണ്, മുത്തുനബി കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗം എന്നുള്ളത്, സ്വർഗത്തെക്കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ടോ അതിന് മുത്തുനബിക്കുള്ള മദ്ഹുകളാണ്. നരകത്തെക്കുറിച്ച് എന്തെല്ലാം വിവരണങ്ങളുണ്ടോ അതൊക്കെ ഈ മുത്തുനബിക്കുള്ള മദ്ഹുകളാണ്. എന്തുകൊണ്ട്? സ്വർഗം എന്നുള്ളത് മുത്തുനബിയെ അംഗീകരിച്ചവർക്ക് കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ പേരാണ്. നരകം എന്ന് പറയുന്നത് മുത്തുനബിയെ അംഗീകരിക്കാത്തത് കൊണ്ട് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയാണ്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ പറയുന്നത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മദ്ഹുകളാണ് എന്ന് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുകയും അവിടുത്തെ അവദാനങ്ങൾ പറയുകയും അവിടുത്തെ മഹത്വങ്ങൾ വിവരിക്കുകയും ചെയ്യുന്ന നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൂടെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കടന്നു പോകണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.